പ്രിയപ്പെട്ടവരെ, പിറ കണ്ടാൽ ഇന്ന് കയറി വരാൻ പോകുന്നത് ഈ ഉമ്മത്തിൻ്റെ മനസ്സിൻ്റെ രോമാഞ്ചമാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവ് കയറി വരാൻ പോവുക. ഈ ഫസ്റ്റ് വൺ ആദ്യത്തെ രാവിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓതിരിക്കേണ്ട സൂറത്ത്, ചെയ്യേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സമ്മാനം തരും. അതിൽ ഒന്ന് പെട്ടെന്നുള്ള മരണം ഉണ്ടാകില്ല എന്നുള്ള, പിന്നെ നമ്മുടെ സമ്പത്തിൽ വർധനവ്, പിന്നെ മക്കളുടെ കാര്യം, ഇതെല്ലാം അല്ലാഹു ഏറ്റെടുക്കും. സൗഭാഗ്യങ്ങളുടെ പെരുമഴ 10 സമ്മാനങ്ങൾ, അത് ഏതൊക്കെയാണ്, എങ്ങനെ കിട്ടുക, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി തുമ്മൽ ഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ രാവിലേക്ക് ഒരു പക്ഷേ പിറ കണ്ടാൽ ഇന്നത്തെ രാവോടെ കയറാൻ പറ്റും. ഈ പരിശുദ്ധമായ രാവിൽ അല്ലെങ്കിൽ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടുന്ന അടിമകളിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ നമ്മയൊക്കെ അള്ളാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫജൻ്റെ കുടുംബം കമൻറ്റിൽ എത്ര സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒരുപാട് പ്രായമുള്ളവരടക്കമുണ്ട്. എല്ലാവരുടെ പ്രയാസം അള്ളാഹു മാറ്റട്ടെ. എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. ഈ പരിശുദ്ധ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സൊക്കെ കൃത്യമായി കേൾക്കുന്നവർ, പഠിക്കുന്നവർ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ എല്ലാവരെയും സ്വർഗാവകാശിയാക്കി അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മഗ്രിബോടെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ രാവ് കയറി വരാൻ പോവുക. അതായത് ലൈലത്തുൽ ഖദറിൻ്റെ രാവിനോട് നിസ്കാരത്തിനൊക്കെ മഹത്വമുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ള പരിശുദ്ധ മാസമാണ്. ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കേണ്ട ദിവസമാണ് ആദ്യത്തെ 10 ദുൽഹിജ്ജയുടെ. ഹദീസിൽ കാണാം. അത്ര ബെനിഫിറ്റുള്ള ഈ ദിനരാത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് പിറ കണ്ടാൽ ആദ്യത്തെ രാവിൽ എന്തൊക്കെ ചെയ്യണം, ചൊല്ലണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മാസത്തെ സ്വീകരിക്കാനുള്ള വെൽക്കം ദിക്റാണ്. സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ദിക്ർ. അത് എപ്രകാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു മഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് അൽഹംദുലില്ലാഹില്ലദി ദഹബ ബിശഹരി ദിൽ കഅദ വജാഅ ബിശഹരി ദിൽ ഹിജ്ജ. അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധ മാസത്തിൻ്റെ പിറ, ഈ മാസത്തിൻ്റെ തുടക്കം, ഉദ്ഘാടനം എനിക്ക് നിർഭയത്വവും ഈമാനും സലാമത്തും എല്ലാ ബറക്കത്തും നൽകണേ റബ്ബേ. റുസ്തും ഖൈറും ഞങ്ങൾക്ക് തുറന്ന് നൽകണം ഈ മാസത്തിൻ്റെ പിറയോടുകൂടെ എന്ന് പറയുന്ന ദുആ. ഈ ദുആ ചെയ്യുന്നവർ ഈ പരിശുദ്ധ മാസത്തിൽ ജീവിക്കുന്ന ഓരോ സെക്കൻഡും ലാഭമാണ്. ഈ ദുആ ചെയ്ത് ഈ മാസത്തെ സ്വീകരിച്ചാൽ അവർക്ക് ഓരോ സെക്കൻഡും ലാഭമാണ്. ഇനി മരിച്ചാൽ പോലും ഈമാൻ സലാമത്താണ്. മരിച്ചപ്പോൾ രക്ഷപ്പെടും. കാരണം ഈ ദുആ ചെയ്തിട്ടാണ് ഈ മാസത്തെ സ്വീകരിച്ച് തുടങ്ങുന്നത്. വലിയ ഫضലാണ്, വലിയ ഫضലാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മാസത്തിൽ ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ അള്ളാഹു കൂടുതൽ ഖൈറുകൾ, നന്മകൾ വർദ്ധിപ്പിക്കും. സാധാരണ കഴിഞ്ഞ കൊല്ലം കിട്ടിയ പോലെയല്ല. ഈ ദുആ പറയുന്നവർക്ക് പ്രത്യേകം ഖൈറുകൾ, നിഅമത്തുകൾ അള്ളാഹു ഈ മാസത്തിൽ വാരിക്കോരി നൽകാൻ കാരണമാവും. ദുആ മറക്കരുത്. നോക്കിയിട്ടാണെങ്കിലും ഒരു വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ കാര്യം സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്. ആ സൂറത്ത് ഒരു വട്ടം സുന്നത്താണ് എന്നുള്ള നിയ്യത്തിൽ തന്നെ ഓതണം. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അള്ളാഹുവേ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാവിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തായി ഞാൻ ഓതുന്നു അല്ലാ എന്നുള്ള നിയ്യത്തിൽ നമ്മൾ ഓതണം. ചുമ്മാ ഓതിപ്പോയാൽ പോരാ. സൂറത്തുൽ മുൽക്ക് 3 മിനിറ്റോ 4 മിനിറ്റോ മതിയല്ലോ, റാഹത്തായിട്ട് പാരായണം ചെയ്യാം. അപ്പോൾ എന്താ ഗുണമെന്നറിയോ? 30 ദിവസം, ദുൽഹിജ്ജ 30 വരെ അള്ളാഹുവിൻ്റെ ഹിഫ്ള്, അള്ളാഹുവിൻ്റെ സെക്യൂരിറ്റി നമുക്കുണ്ടാവും, കാവലുണ്ടാകും. ഒരു ബേജാറും പ്രശ്നവും വേണ്ട. ഒരു രോഗത്തെയോ പ്രശ്നത്തെയോ പേടിക്കേണ്ട. റാഹത്ത്, അള്ളാൻ്റെ കാവലുണ്ടാവും. അള്ളാൻ്റെ കാവൽ 30 ദിവസം വേണോ, പാരായണം ചെയ്തോളൂ. അൽഹംദുലില്ലാഹ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് എന്ന് പറയുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ. പരിശുദ്ധ ഖുർആനിൻ്റെ 89ാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അത് ആദ്യത്തെ രാവിൽ തന്നെ നമ്മൾ പാരായണം ചെയ്തു തുടങ്ങണം. അതിങ്ങനെ പതിവാക്കണം. പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഈ മാസം മുഴുവൻ കഴിയുമെങ്കിൽ ലൈഫ് ടൈം മുഴുവനും. സൂറത്തുൽ ഫജ്ർ ഭയങ്കര സൂറത്താ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പെരുന്നാളിൻ്റെ ദിവസത്തെ തന്നെയാണ് സത്യം, വലിയ പെരുന്നാളെ. ആ ദിവസത്തിനോട് ചേർന്ന് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ തന്നെയാണ് സത്യം. അള്ളാഹു ഈ ദിവസത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടി കൊണ്ടുവന്ന പരിശുദ്ധമായ സൂറത്താണ് ഈ സൂറത്ത്. യുസന്നു അൻ യുവാലിബ വൽ ഫജ്ർ വലയാലിൻ അശ്ർ.
വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ഈ സൂറത്ത് നിത്യമായി പതിവായി ഓതി വരൽ പ്രത്യേകം പുണ്യമുള്ളതാണ്, സുന്നത്തുള്ളതാണ് എന്നൊക്കെ മഹത്തുക്കളായ ഉലമ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വലിയ മഹത്വങ്ങളാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം നമുക്ക് ഇപ്പോൾ സഹോദരിമാർക്ക് ചില ദിവസം ഓതാൻ പറ്റില്ല, ഓതാൻ പറ്റുന്ന ദിവസങ്ങൾ ഓതുക, അപ്പോൾ റാഹത്താകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ പതിവായി 10 ദിവസത്തേക്ക് കൊണ്ടുപോവുക. കഴിയുമെങ്കിൽ ഒരു മാസം മുഴുവനാക്കുക, അല്ലെങ്കിൽ ലൈഫ് ടൈം മുഴുവനാക്കുക. സൂറത്തുൽ ഫജ്ർ മറക്കരുത്. എന്നിട്ട് അള്ളാഹിനോട് ദുആ, അള്ളാഹുവേ സകല പ്രശ്നങ്ങളും പരിഹരിക്കണം. കടമുണ്ട്, പ്രയാസമുണ്ട്, മക്കളുടെ കാര്യമുണ്ട്, ജോലിയുടെ കാര്യമുണ്ട്, വിവാഹ കാര്യമുണ്ട്, ഡെലിവറിയുടെ കാര്യമുണ്ട്, പലതും ഉണ്ട്. ഒക്കെ ദുആ. എല്ലാം അള്ളാഹു അത്ഭുതകരമായി നടത്തി തരും. അത്ര പവറാണ്. 4-മത്തെ ഒരു കാര്യം, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളുടെ പ്രത്യേകത അതിൻ്റെ രാവുകളിലുള്ള നിസ്കാരങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി തങ്ങളും ഇബ്നു മാജ തങ്ങളും കൊണ്ടുവന്ന ഹദീസാണ് പറയുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിനോട് കടപിടിക്കുന്ന നിസ്കാരമാണ്. അതിൻ്റെ പരിശുദ്ധമായ പകലുകളിലോ പുണ്യമാക്കപ്പെട്ട നോമ്പിൻ്റെ വലിയ ഫളായിലുള്ള പകലുകളാണ്. അപ്പോൾ രാവുകൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിസ്കരിച്ച പദവിയുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുള്ള. അപ്പോൾ ആ രാവിലെ ദ്വാരക്ക നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ചോദിക്കുക, എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചോദിക്കുമ്പോൾ ഈ ദിനരാത്രങ്ങളുടെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ദുൽഹിജ്ജയുടെ ബറക്കത്തുകൊണ്ട് നടത്തണേ എന്ന് പറഞ്ഞ് ദ്വാരം നോക്കി, തീർച്ചയായിട്ടും നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 200 വട്ടം ഡെയിലി രാവും പകലൊക്കെയായിട്ട് ഓതിയാൽ മതി. ഓതാൻ വേണ്ടി ശ്രമിക്കുക. പറയണ്ടല്ലോ മഹത്വം. 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്ക് പോലും ബനല്ലാഹു ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വീടുണ്ടെന്നാണ്. പിന്നെ പറയണം, ആ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഉസ്താദുമാർ സാധാരണ പറയാറുണ്ട്, ആലു ഇമ്രാൻ സൂറത്തിലെ 2 ആയത്തുണ്ടല്ലോ, ഈ 2 ആയത്തുകൾ അത് കഅബയുടെ മഹത്വം പറയുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകൾ ഓതിയിട്ട് അല്ലാഹുവേ ഇതിൻ്റെ മഹത്വം കൊണ്ട് ഇതിൽ പറയുന്ന കഅബയിൽ പോയി ഹജ്ജ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ നീ സഹായിക്കണം അള്ളാഹ് മനസ്സുരുകി പറഞ്ഞാൽ അടുത്ത കൊല്ലം തന്നെ അള്ളാഹു തൗഫീക്ക് നൽകും. അള്ളാഹിനോട് പറഞ്ഞാൽ, മനസ്സ് തുറന്നാൽ ഉപയോഗപ്പെടുത്താം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതൊക്കെ ഒരാൾ പരിഗണിച്ച്, നോമ്പാകട്ടെ, ഉളുഹിയ്യത്താകട്ടെ, മൃഗത്തെ കാണുമ്പോൾ തക്ബീർ ചൊല്ലലാകട്ടെ, പരിശുദ്ധമായി പെരുന്നാളുമായി ബന്ധപ്പെട്ട സന്തോഷമായിക്കോട്ടെ, ഏതു കാര്യങ്ങളും ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ ഒരാൾ ബഹുമാനിച്ച് ആദരിച്ച്, ദുൽഹിജ്ജ ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ ഈ മാസത്തിനെ ഒരാൾ ആദരിച്ചാൽ അള്ളാഹു അശ്റു കറാമാത്ത് കൊടുക്കുന്ന 10 ബഹുമാനം കൊടുക്കത്രേ. അള്ളാഹിൻ്റെ 10 സമ്മാനം കിട്ടും. ആ സമ്മാനം ചെറിയ സമ്മാനമൊന്നുമല്ല. ഇതാരാ പറയുന്നതെന്നറിയോ? മഹാനായ അശീഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല എന്ന് പറയുന്ന വാക്കാ, നിസ്സാരക്കാരനല്ല. എന്താ പറയുന്നത്? എന്താ ഈ മാസത്തെ ബഹുമാനിച്ചാദരിക്കുക എന്ന് പറഞ്ഞാൽ എണീറ്റ് എന്നിട്ട് സല്യൂട്ട് ചെയ്യാന്നല്ല. ഈ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പരിഗണിക്കേണ്ട കാര്യങ്ങൾ, തെറ്റിന്ന് മാറി നിൽക്കുക, നന്മകൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ഇതന്നെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, ആദരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തൊരു ബഹുമാന ആദരവ് അതുണ്ടെങ്കിൽ 10 സമ്മാനം കിട്ടും. ഏതാ സമ്മാനം? ഫസ്റ്റ് വൺ, ഒന്നാമത്തത് അൽ ബറക്കത്തു ഫി ഉംരിഹി, ആയുസ്സിൽ വർധനവുണ്ടാവും. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് സലാമത്ത് കിട്ടും. അള്ളാഹു നൽകിയ ആയുസ്സിൽ ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും. അതാണ് സൗഭാഗ്യം, അതാണ് ദീർഘായുസ്. അത് അള്ളാഹു നൽകും. അതുമാത്രമല്ല, സെക്കൻഡ് വൺ അസിയാദത്തു ഫി മാലി, നമ്മുടെ ധനത്തിൽ, സമ്പത്തിൽ വർധനവുണ്ടാവും. അപ്പോൾ സാമ്പത്തിക വർധനവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ഒന്ന് ബഹുമാനിച്ചു കൊടുത്താൽ മതി. എങ്ങനെ ബഹുമാനിക്കുക? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. വലിയ സൗഭാഗ്യമാണ്. ഇന്നത്തെ അവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ സമ്പത്തിൽ വർധനവ്. അൽ ഹിഫ്ദു ലിഇയാലിഹി, കുടുംബക്കാർ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, ഫാമിലി, അവർക്ക് അള്ളാഹുവിന് പ്രത്യേകമായ കാവൽ അള്ളാഹു കൊടുക്കും. ഈ മാസത്തെ ആദരിക്കുന്നവരുടെ കുടുംബത്തെ, മക്കളെ അള്ളാഹു നോക്കിക്കോളും. ഒരിക്കലും അവർ മോശമായി പോകില്ല, അപകടത്തിൽ പെട്ടുപോകില്ല. അള്ളാഹിൻ്റെ കാവലുണ്ടാവും. കേട്ടോളൂ. 4-മത് അത്തക്ഫീറു ലിസയ്യാത്തിഹി, തിന്മകൾക്ക് മോചനം അള്ളാഹു നൽകും. പാപമോചനം കിട്ടും, തിന്മ അള്ളാഹു മാച്ച് നൽകും. മതിയല്ലോ, സൗഭാഗ്യമല്ലേ. ഇനി കേട്ടോളൂ. 5-മത്തത് അത്തദ്ഈഫു ലിഹസനാത്തി, ഒരു നന്മ ചെയ്താൽ ഇരട്ടി കൂലി, സാധാ കൂലിയല്ല തരാൻ പോകുന്നത്. ഏത്? ഈ മാസത്തെ ആദരിക്കുന്നവർക്ക് കിട്ടുന്ന മഹത്വമാണ് ഈ പറയുന്നത്. അള്ളാഹു ഇരട്ടി കൂലി നൽകും. 6-മത് തസ്ഹീലു സക്കറാത്തി ഇൻദൽ മൗത്ത്, മരിക്കുന്ന നേരത്ത് സക്കറാത്ത്, മരണം എളുപ്പമായിട്ട് റാഹത്തായിട്ട് മരിക്കുക. ഈ ലോകത്ത് നമ്മൾ ഈ കഷ്ടപ്പാടുകളും ഈ പറയുന്ന നന്മകളും എല്ലാം ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്ന എന്തിനാ? നന്നായി മരിക്കാനാ. മരണം നന്നായാൽ പിന്നെ നമ്മുടെ ഖബറിൻ്റെ കാര്യം പേടിയില്ല, ആഖിറത്തിലെ കാര്യം പേടിയില്ല. മരണം ഓക്കെയാൽ ഓക്കെയാണ്. അപ്പം മരണം എളുപ്പമാകും, സക്കറാത്ത് എളുപ്പമാകും ഈ മാസത്തെ ആദരിച്ചാൽ, ഈ ദിവസങ്ങളെ ആദരിച്ചാൽ. ഇനി കേട്ടോളൂ. അന്നൂറു, 7-മത് അന്നൂറു ഫി ദുൽമത്തി, അവൻ്റെ ഇരുട്ടേറിയ സ്ഥലങ്ങൾ, അതായത് ഖബർ ഇരുട്ടാണ്, അവിടെയൊക്കെ നൂറ് വെളിച്ചുണ്ടാവും. ഖൽബിൽ ഈമാൻ്റെ വെളിച്ചുണ്ടാവും. ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ആരോഗ്യത്തിൻ്റെ വെളിച്ചുണ്ടാവും. നൂറ് അള്ളാഹു ഇട്ട് നൽകും.
പ്രത്യേകിച്ച് ദുലുമത്തുകളായ ഖബറിൻ്റെ ഇരുള്, ഖിയാമത്ത് നാളിൻ്റെ ഇരുള്, അവിടെയൊക്കെ വെളിച്ചമുണ്ടാകും. എട്ടാമത്തെ ഒരു കാര്യം തസ്തീലു മീസാനിഹി, മീസാനിൽ ഭാരം, അതായത് നന്മയുടെ തുലാസിൽ കൂടുതൽ ഭാരം ഉണ്ടാകും. രക്ഷപ്പെടാതെ മതി, അള്ളാഹുവേ ഒരു പോയിന്റ് നന്മ കിട്ടിയെന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ അല്ലാ എന്ന് വിചാരിക്കുമ്പോഴാണ് ഭയങ്കര കനമുള്ള അമല്, ഭയങ്കര കനം അള്ളാഹു ഇട്ടിരുന്നത്. എന്താ കാരണം? ഈ മാസത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. അപ്പം ജസ്റ്റ് ഒരു ആദരം, പഠിച്ചോനെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസമാണല്ലോ വരുന്നത് അല്ലാ, ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട സമയമാണല്ലോ അല്ലാ, പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിൻ്റെ പുണ്യമുള്ള സമയമാണ്, ഞാനൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക, ഒന്ന് ആദരവോടെ കാണുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സകല 10 നന്മകൾ സമ്മാനങ്ങളും തരും. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ഇനി 9ാമത്തെ കാര്യം അൻ നജാത്തു മിനദ്ദറകാത്ത്, നരകത്തി എന്നുള്ള നജാത്ത്, മോചനം, കാവല്, അത് കിട്ടുമത്രേ. എത്ര സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. റമളാനിലൊക്കെ നമ്മൾ കുത്തിമറിഞ്ഞ് ചോദിച്ചത് എന്താ? വഅഊദു ബിക മിനന്നാർ, വഅഊദു ബിക മിനന്നാർ, നരകമോചനം തരണമെന്നല്ലേ. അള്ളാഹു ഇവിടെ തരും, പേടിക്കണ്ട, നരകമോചനം കിട്ടും. ഈ മാസത്തെ ആദ്യത്തെ ദിവസങ്ങളെ 10 ദിനരാത്രങ്ങൾക്ക് ബഹുമാനിച്ചാൽ മതി. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. 10ാമത്തെ കാര്യം അൽ വസൂലു ഇല ദറജാത്ത്, സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലേക്ക് കയറാൻ പറ്റും. സ്വർഗത്തിലെ വലിയ പദവികൾ നേടിയെടുക്കാൻ പറ്റുന്ന പുണ്യമായ കർമ്മമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്ന A to Z സകല കാര്യങ്ങളും കിട്ടുന്ന നന്മയാണ്. നമ്മുടെ സ്വന്തം ആയുസ്സിൽ വർധനവ്, സാമ്പത്തികമായ വർധനവ്, മക്കളുടെ കാര്യം അള്ളാഹു കൈകാര്യം ചെയ്യൽ, നമ്മുടെ ജീവിതം, മരണം, തെറ്റുകൾ പൊറുക്കുക, നന്മ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ ഭാരം, അതേപോലെ തന്നെയാണ് നരകമോചനം, എന്ന് പറഞ്ഞാൽ വേണ്ടതെല്ലാം കിട്ടും അത്രേ. ഈ മാസത്തെ ആദരിച്ചാൽ മതി. അപ്പോൾ അൽഹംദുലില്ലാ, മാസത്തെ എങ്ങനെ ആദരിക്കണമെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുക, ബഹുമാനിക്കുക, കഴിയുന്നിടത്തോളം നോമ്പൊക്കെ പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي